വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്യം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? നമ്മൾ പലപ്പോഴും പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവശക്തി എന്താണെന്ന് നീ അറിയണം. ദൈവശക്തി എന്താണെന്ന് അറിയാൻ നമ്മൾ വലിയൊരു പോകണം. ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളെ പോലെ എന്തുവാ ഈ ലോകത്ത് ഒത്തിരി ഗ്രഹങ്ങളുണ്ട്. അതിനകത്ത് ഒരു കുഞ്ഞുഗ്രഹമായ ഭൂമി പാർക്കുന്ന ഒരു കുഞ്ഞ് എന്റെ സ്വർഗത്തിൽ ഇരുന്ന് നമ്മളെ വിമാനത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഭൂമിയിലൂടെ നോക്കിയിട്ടുണ്ടോ? നമ്മളിവിടെ ഏറ്റവും വലിയ കാണണം പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ വഴി കൂടെ പോകുമ്പോൾ വലിയ അമ്പപ്പെട്ട് നോക്കി നിൽക്കുന്ന കാണൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? അത്രയും അപ്പൊ ഇത് നമ്മൾ ഫ്ലൈറ്റ് പോകുമ്പോൾ ഇങ്ങനെ കാണുമെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം നോക്കുമ്പോൾ നമ്മളെ ഒന്നും പൊടി പോലും കാണത്തില്ല. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ പറയും ദൈവത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. നടക്കുന്ന കാര്യമാണോ? നിര്യായിച്ച് നടക്കില്ല. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ വിളിച്ചു വരുത്തിയ യേശു കർത്താവ് അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, അവന്റെ ശക്തി തിരിച്ചറിയാൻ ഈ ലോകത്തിൽ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ നീ എന്തറിയണം? നിന്റെ മേൽ വ്യാപരിക്കുന്ന നീ ഒന്നറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ട്രിവാൻഡ്രത്തുള്ള മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കുന്ന സ്തോത്രം എന്തോ ഒരു സ്ഥലമുണ്ട്, ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിന്റെ വീട്ടിലേക്ക് വരുന്ന ആ വെള്ളമുണ്ടല്ലോ, അതിന്റെ ശക്തിയെങ്കിലും നീ ഒന്ന് എന്ത് ചെയ്യണം? അറിയാം. ഇത്രയുള്ള ഇവിടുത്തെ കാര്യം. ഈ നിന്റെ വീട്ടിലേക്ക് വരുന്ന ഈ വെള്ളത്തിന്റെ ശക്തി തന്നെ അൺലിമിറ്റ് പവറാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന നീ അറിഞ്ഞാൽ മതി. ദൈവത്തിന്റെ ശക്തി നമുക്ക് അളക്കാനും തൂക്കാനും ഒന്നും നീ പോകേണ്ട കാര്യമില്ല. നിന്റെ ആയുസിന് നടക്കത്തുമില്ല. പിന്നെ നിനക്ക് എന്തറിയാൻ പറ്റും? എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും. സ്തോത്രം. അതിന് തന്നെ പറയുന്നു അൺലിമിറ്റഡ് പവറാണ്. എന്നിട്ട് അടുത്ത ഉദാഹരണം പറയുകയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ എഴുന്നേൽപ്പിക്കുകയും സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും അത്യന്തമേത ഇരുത്തുകയും സകലവും അവന്റെ കാൽക്കീഴാക്കി വെക്കുകയും ചെയ്തു. എന്നിട്ടോ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഓ, ആ വാക്യത്തിന്റെ അർത്ഥം ഭയങ്കര മണിക്കൂറുകൾ നിന്നാൽ അത് സ്തോത്രത്തിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ആഴമാ വചനത്തിന്റെ അർത്ഥം. എന്നിട്ട് പറയുക, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും മീതെ ആരെ ഇരുത്തി? യേശുവിനെ ഇരുത്തി. എന്നിട്ട് ഈ അധികാരം കൊണ്ട് യേശു സ്ഥലപ്പെടുകയല്ലായിരുന്നു. ഈ അധികാരം മുഴുവൻ അവൻ ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. സഭ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനാ സഭ. നമ്മൾ ഓരോരുത്തരോ സഭ. ബിൽഡിംഗ് അല്ല സഭ, നമ്മൾ ഓരോരുത്തരോ സഭ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ആകെ 4 പഞ്ചായത്തുകളിൽ പോയിട്ടുള്ളൂ. ഈ 4 പഞ്ചായത്തുകളിൽ യേശു ചെല്ലുമ്പോൾ പിശാച് യേശുവിനെ കണ്ടു വിറയ്ക്കും. അന്ന് പിശാച് പറഞ്ഞു, നിന്നെ മാറ്റിയ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയ ഓ സ്തോത്രം, ഞങ്ങളുടെ പേടി സ്വപ്നം അവസാനിക്കുന്നു പിശാച് പറഞ്ഞു. പക്ഷെ അവന് സംഭവിച്ച പ്രശ്നം എന്താണെന്നറിയാമോ? യേശുവിന്റെ കാൽവരി ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തം അത് സ്തോത്രം 4 പഞ്ചായത്തുകളിലല്ല ഒതുങ്ങി നിന്നത്, 5 ഭൂഖണ്ഡങ്ങളിലേക്ക് പരന്നൊഴുകി. എന്നിട്ട് സംഭവിച്ചത് എന്താ? അതൊഴുകി അങ്ങനെ ട്രിവാൻഡ്രം ടൗണിലെത്തി, അതൊഴുകി അങ്ങനെ തിരുവല്ലയിലെത്തി, അതൊഴുകി അങ്ങനെ കോട്ടയത്തുമെത്തി, അതങ്ങനെ ഒഴുകി ഉഗാണ്ടയിലെത്തി, അതങ്ങനെ ഒഴുകി അമേരിക്കയിലെത്തി. ഓ, 5 ഭൂഖണ്ഡങ്ങളിലും ഇത് പരന്നൊഴുകി. ഇപ്പൊ പിശാച് പറയാ വേണ്ടായിരുന്നു. കാരണം അന്ന് ഒരുത്തിനെ പേടിക്കാൻ മതിയായിരുന്നു. ഇന്നോ തന്റെ ഉള്ളവരെന്ന് പറയാമോ? ഇന്ന് ആരെ പേടിക്കണോ? പിന്നെ നമ്മളെ പേടിക്കണം. എന്നെ പേടിക്കണം എന്നുള്ള ധൈര്യത്തോടെ സ്തോത്രം. പിശാച് ആരെ പേടിക്കണം? നമ്മളെല്ലാവരും നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് സ്തോത്രം. ഈ കാര്യം മാത്രം മറ്റു കുടുംബം അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ അത് നമ്മുടെ മേൽ വ്യാപരിച്ചു. ആരുടെ മേൽ? എന്റെ മേൽ വ്യാപരിച്ചു. അങ്ങനെയെങ്കിൽ പിശാച് ഇപ്പൊ എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യുക? ഒട്ടിടിച്ച് നിൽക്കുക. അപ്പൊ പിശാച് അവിടെ നിന്ന് അറിവ് കിട്ടിയാൽ 4 വർഷം ഓടുകയും ചെയ്യും. ധൈര്യത്തോടെ അങ്ങോട്ട് ചെല്ല്, നിന്നെ കാണുമ്പോൾ പിശാച് അറിയുള്ളൂ. കാരണം നിന്റെ മേൽ പകരപ്പെട്ട രക്തം ഏതാണെന്നറിയാമോ? ആ കാൽവരി ക്രൂശിൽ നിന്ന് വെളിപ്പെടുന്ന രക്തമാണ്. ആ രക്തത്തിന്റെ ശക്തിയാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 4 കാലഘട്ടത്തിലും പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയിൽ ഏറ്റവും ശ്രേഷ്ഠമായതാകണമേ. ഇത്ര നേരം കേട്ടതെന്ന് മനസ്സിലായിരുന്നു. എന്റെ മേല, നമ്മുടെ മേല. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തതിന്റെ 100ലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഹല്ലേലൂയ, സ്തോത്രം. ആ ശക്തിയെ നാം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പൗലോസിന്റെ 4 പ്രാർത്ഥനയുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് 4 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ 4 പ്രാർത്ഥനയിലും പൗലോസ് എടുത്തു പറയുന്ന ഒരേ ഒരു കാര്യം ഇതാ: നിങ്ങളുടെ മേലുള്ളതിനെ നിങ്ങളൊന്ന് അറിയണം. നിങ്ങളുടെ മേലുള്ളതിനെ നിങ്ങളൊന്ന് അറിയണം. പൗലോസ് പറയുക, ഞാൻ പലവട്ടം നിങ്ങളോട് പ്രസംഗിച്ചു, പലവട്ടം നിങ്ങളോട് ഞാൻ ലേഖനം എഴുതി, പലവട്ടം നിങ്ങളെ ഉപദേശിച്ചു, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി മാറിയത് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എന്ത്? കർത്താവേ, ഇവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്താണെന്ന് ഇവനെ ഒന്ന് നീ അറിയിച്ചു കൊടുക്കണം. ഇത് ഞാൻ മാറിയിരുന്ന്
പ്രാർത്ഥിക്കാൻ പോവാ. കാരണം ഇതറിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ നീയാവും. ഇതറിഞ്ഞാലോ ഈ ലോകത്തിലെ ഏറ്റവും വിജയിച്ചവൻ നീയാവും. രണ്ടധികാരമാണ്. ഒന്ന് ജഡീക അധികാരം, രണ്ട് ആത്മീകാധികാരം. എന്തോ ആത്മീയാധികാരം ജഡീക അധികാരവും. യേശുവിനുണ്ടായിരുന്ന ജഡീക അധികാരമല്ല. ആയിരുന്നെങ്കിൽ റോമൻ പടയാളികൾ യേശുവിന് ദേഹത്ത് തൊടത്തില്ലായിരുന്നു. അവരുണ്ടായിരുന്ന ആത്മീയ അധികാരമാണ്. അതുകൊണ്ട് സ്തോത്രം, കൊട്ടാളക്കാരനായ ഒരുത്തൻ, ശതാധിപനായ ഒരുത്തൻ യേശുവിന് അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ, ഞാൻ ഒരുത്തനോട് ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ എന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അതിനോട് പോടാന്ന് പറഞ്ഞിട്ട് അത് പോകുന്നില്ല. അത് നീ വന്നാലേ പോകുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ പറയുക, എനിക്ക് ജഡത്തിൽ ഭയങ്കര അധികാരമാണ്. ഒരുത്തനോട് വരാൻ പറഞ്ഞാവും വരും, പോകാൻ പറഞ്ഞാവും പോകും. പക്ഷെ വീട്ടിൽ എനിക്കൊരു ദാസനുണ്ട്, അവനൊരു തൂക്കേട് പിടിച്ചിരിക്കുക. ആ തൂക്കേടിനോട് പോടാന്ന് പറഞ്ഞാൽ തൂക്കേടെത്തിയില്ല. ആത്മീയ അധികാരവും ജഡീക അധികാരം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പെന്തക്കോസുകാരൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ശതാധിപൻ തിരിച്ചറിഞ്ഞു. അവൻ പറയുക, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നിന്റെ മേലുള്ള അധികാരം അതാണ്. എല്ലാ കണ്ണുകളും ദിവസം നടന്നിരിക്കട്ടെ. 4 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പകർച്ചകളെക്കാൾ ശ്രേഷ്ഠമായത് നിന്റെ എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പകർച്ചയാണ്. ഇന്ന് രാത്രി അത് മാത്രം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. എല്ലാ കണ്ണുകളും അടച്ചാൽ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അധികാരമുള്ള പിതാവേ, വീണ്ടും നമ്മുടെ സന്നിധിയിലേക്ക് നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠരായി കർത്താവേ, നീ ഞങ്ങളെ കണ്ടല്ലോ. നിന്നേക്കാൾ വളരുമാറാക്കി, നിന്നേക്കാൾ ശ്രേഷ്ഠമായി ഞങ്ങളെ നടത്തി. പഴയ നിയമകാല അഭിഷിക്തന്മാരുടെ മേൽ പകരപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമായത് നീ ഞങ്ങളുടെ മേൽ പകർന്നു. അവരൊക്കെയും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ഏറ്റവും നല്ലതൊന്ന് എനിക്ക് വേണ്ടി പിതാവേ നീ മുന്നൊരുക്കിയിരുന്നല്ലോ. അവരെക്കാൾ ശ്രേഷ്ഠനായി, ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനേക്കാൾ ശ്രേഷ്ഠനായി, അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠനായി കർത്താവേ നീ എന്നെ കണ്ടല്ലോ. എന്നാൽ പലപ്പോഴും പ്രാവശ്യത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ഞാൻ വളരെയധികം കുഴഞ്ഞ വ്യക്തിയാണ് കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി ഞാനിതിനെ തിരിച്ചറിയുന്നു. ഇന്ന് രാത്രി ഞാനിതിനെ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ആത്മാർത്ഥതയോടെ കർത്താവേ ഞാനത് അറിയുന്നു. എന്റെ മേൽ പകരപ്പെട്ടതിനെ ഞാൻ തിരിച്ചറിയുന്നു. അതൊരു സാധാരണമല്ലെന്ന് ഞാൻ അറിയുന്നു. അതൊരു അൺലിമിറ്റഡ് പവർ എന്ന് ഞാൻ അറിയുന്നു. അതൊരു പരിധിയില്ലാത്ത ശക്തി എന്ന് ഞാൻ അറിയുന്നു. അതൊരു പരിമിതി വെക്കാൻ കഴിയാത്ത ശക്തി എന്ന് ഞാൻ അറിയുന്നു. ഓ സ്തോത്രം, തിരിച്ചറിയുന്നവർ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. രാത്രി പകരപ്പെട്ടത് ഓ സ്തോത്രം അസാധാരണമായ ഒന്നാണ്. അസാധാരണമായ ഒന്നാണ്. ആരെക്കാൾ ശ്രേഷ്ഠമായി വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് അവരുടെ വചനം ഞങ്ങളോട് വിളിച്ചു പറയുന്നല്ലോ. അതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനത്തിന്റെ ക്രിയ, വചനത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി സ്വർഗം ചെയ്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നത് അവിടുത്തെ കരങ്ങളിലൂടെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകരം രാത്രിയിലും വളരെ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിക്കാൻ വസ്തുക്കളിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിനും സഭയ്ക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ